പഠനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബോറടിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ, എവിടെ യൂസ് ചെയ്യും, ഈ A² + B² ഒക്കെ എവിടെ യൂസ് ചെയ്യാനാണെന്നൊക്കെ. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂഡ് പോകും. എന്തുകൊണ്ടാണ് പലർക്കും പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഇത് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. അതുമാത്രമല്ല, എങ്ങനെ സിമ്പിളായിട്ട് എത്ര വലിയ കാര്യവും പഠിച്ചെടുക്കാം എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ശ്രദ്ധയില്ലായ്മയാണ്, അതായത് ഫോക്കസ് ഇല്ലായ്മ. പണ്ടൊക്കെ പഠിക്കാനുള്ള പുസ്തകം കയ്യിലാണെങ്കിൽ നമ്മൾ മാനം നോക്കി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഉറക്കം വരും. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ ഏതു നേരവും മൊബൈൽ ഫോണിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ അത് നോക്കാതെ ഒരു സമാധാനം ഉണ്ടാകില്ല. നമ്മൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ വരുന്ന ലൈക്സ്, കമൻസ് ഒക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഗെയിം കളിച്ചാലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. വീണ്ടും വീണ്ടും ഗെയിം കളിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഇതുപോലെ സന്തോഷം തരുന്ന പല കാര്യങ്ങളും ഓർക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ എന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഏത് കാര്യം ഓർക്കുമ്പോഴാണോ കൂടുതൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുക, ആ കാര്യം ചെയ്യാനായിരിക്കും ബ്രെയിൻ കൂടുതൽ ആഗ്രഹിക്കുക. ചില ആൾക്കാർക്ക് പഠിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഡോപ്പമിൻ റിലീസ് ചെയ്യാറുണ്ട്, അവർക്കാണെങ്കിൽ പഠിക്കുന്ന കാര്യമായിരിക്കും കൂടുതൽ ഇഷ്ടം. അതുപോലെ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് സാധ്യമാക്കാൻ വലിയ പണിയൊന്നുമില്ല, ഈസിയാണ്. അതെങ്ങനെയാണെന്നും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും പഠനത്തെ നമ്മൾ എങ്ങനെയാണ് കാണുക, ജോലിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു കല്യാണത്തിന് വേണ്ടി, അല്ലേ? പക്ഷേ പഠനം എന്നത് തലച്ചോറിനൊരു ജിമ്മ് പോലെയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. വ്യായാമം ചെയ്യുമ്പോൾ ബോഡി സ്ട്രോങ് ആകുന്നത് പോലെ നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചാൽ അതും സ്ട്രോങ് ആകും. നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, പല കാര്യങ്ങളും ഓർത്തെടുക്കുമ്പോൾ ബ്രെയിൻ എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒന്നോർക്കണം, കൂടുതൽ വെയിറ്റ് എടുത്ത് മസിൽ ഡാമേജ് ആകുന്നത് പോലെ കൂടുതൽ ബ്രെയിൻ എക്സസൈസ് ചെയ്താൽ ബ്രെയിനും കുഴപ്പമാവും, ലൈക്ക് തലവേദന, സ്ട്രെസ്. അതുകൊണ്ട് പഠിക്കുമ്പം റെസ്റ്റ് എടുത്ത് പഠിക്കാൻ ട്രൈ ചെയ്യണം. കൃത്യമായൊരു ടൈം ടേബിൾ ഇല്ലാത്തത്, പഠിക്കാൻ മൂഡ് വരുമ്പോൾ മാത്രം പഠിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ടൊരു സ്ഥലമില്ലാത്തത്, ഇതൊക്കെ പഠിത്തത്തെ നെഗറ്റീവായിട്ട് ബാധിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പല രീതികളുമുണ്ട്. നമ്മൾ ഡയറി മിൽക്ക് കഴിക്കാറുണ്ടല്ലേ, ഒരു വലിയ ചോക്ലേറ്റ് ബാർ. അതാരെങ്കിലും ഒറ്റയടിക്ക് കഴിച്ചു തീർക്കാറുണ്ടോ? ചെറിയൊരു പീസ് കയ്യിലെടുത്ത് പയ്യെ പയ്യെ കഴിക്കുമല്ലേ. അതുപോലെ തന്നെയാണ് പഠിത്തവും. നമ്മൾ ഒറ്റയടിക്കെല്ലാം പഠിക്കേണ്ടതില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ മാത്സ് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. 10-50 ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ ആരെക്കൊണ്ടെങ്കിലും നടക്കുമോ? ഒരിക്കലുമില്ല. ഓരോ ദിവസം ഓരോ ഇക്വേഷൻസ് വെച്ച് പഠിച്ചാൽ തന്നെ 50 ദിവസം കൊണ്ട് നമുക്ക് 50 ഇക്വേഷൻസ് പഠിച്ചെടുക്കാം. വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇറ്റലിക്കാരുടെ സ്വന്തം പൊമോഡറസ് എന്ന പഠന രീതിയാണ്. 25 മിനിറ്റ് ശ്രദ്ധിച്ച് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക. പക്ഷേ ഈ 25 മിനിറ്റ് ഫോക്കസ്ഡ് ആയിരിക്കണം. 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ ശേഷം വീണ്ടും 25 മിനിറ്റ് പഠിക്കുക. ഇതുപോലെ 4 സൈക്കിളാകുമ്പോൾ ഒരു ലോങ് ബ്രേക്ക് എടുക്കുക, ഏകദേശം 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ. ഇത് ഓരോ ഇൻ്റർവെല്ലിലും ബ്രെയിനിനെ റീഫ്രഷ് ആക്കി നിർത്തും. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ കുറവായിരിക്കും, ബോറടിക്കാനുള്ള ചാൻസും വളരെ കുറവായിരിക്കും. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കുക. നമ്മുടെ ഫോൺ ലോക്ക് ചെയ്ത് വേറെ ആൾക്കാരുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ലോക്കറിലിടുക. ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കൂട്ടുകാരുമായി ചേർന്ന് ഒന്നിച്ച് പഠിക്കുക. ഗെയിംസായിട്ട് പല പഠന രീതികളുണ്ട്, അത് ട്രൈ ചെയ്യുക. ഇതൊക്കെ നിങ്ങളെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്തായാലും സഹായിക്കും. നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുക. മൂഡ് ഓഫ് ആകുമ്പോൾ ഒക്കെ ഒരു കോമഡി സിനിമ കാണുകയോ ഫ്രണ്ട്സ്, ഫാമിലിയൊക്കെ ആയിട്ട് ചില്ല് ചെയ്യണം. എന്തൊക്കെ ചെയ്തിട്ടും പഠിക്കാൻ പറ്റാത്ത പല ആൾക്കാരുണ്ട്. അവർ വിചാരിക്കും അവർക്ക് പഠിക്കാൻ കഴിവില്ല എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല, എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവുണ്ട്. അവരവരുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ താല്പര്യം അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ഭാവിയിൽ ഒരു നല്ല നിലയിലെത്തണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? ഒരു ആക്ടർ ആകണം, ഒരു മ്യൂസീഷ്യൻ, ഡോക്ടർ, എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ. നിങ്ങളുടെ ആഗ്രഹം വെറും ഒരു സ്വപ്നം മാത്രമായി തീരാൻ അതിനെ വിട്ടുകൊടുക്കൂ. നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ എന്താഗ്രഹവും കഠിനാധ്വാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി പ്രയത്നിക്കുക, കഷ്ടപ്പെടുക. ഇത് നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒരു നേരം പഠനത്തിന് വേണ്ടി ചിലവഴിച്ചാൽ നാളെ നമുക്ക് ഇഷ്ടമുള്ളതായി തീരാം. അതല്ല, മടിയും പിടിച്ചൊരു നേരത്തെ സന്തോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ ഭാവി തന്നെയാണ് ഇല്ലാതാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സ്വപ്നമായി ഇരിക്കാൻ സമ്മതിക്കാതെ അതിനുവേണ്ടിയുള്ള യാത്ര തുടങ്ങാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പഠിത്തത്തെക്കുറിച്ച് ഓർക്കാനായിരിക്കും നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ പോലെ പഠിത്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കൂടുതൽ ഡോപ്പമിൻ റിലീസ് ചെയ്യും, അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ. ബൈ.